വിജി, എന്തിനാ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? നിന്നോടാ ഞാൻ ഈ ചോദിക്കുന്നത്. ഒന്നിനും മറുപടി ഇല്ലാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എന്താ അതിനർത്ഥം? എന്ത് പറ്റിയെന്നൊന്ന് പറ മോളെ. ഒന്നുമില്ല അമ്മേ. ഞാൻ നിന്നെ ശരിക്കും മനസ്സിലാക്കിയ നല്ലൊരു അമ്മയാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തട്ടെ. എന്താ നോക്കണത്? നീ എന്താ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് ഞാനിപ്പോ പറയട്ടെ. ഇത്രയും നേരം ഈ വീട്ടിൽ ഓടിച്ചാടി കളിച്ചു നടന്നില്ലേ കവിൻ? അവനെ കാണുമ്പോ നിനക്ക് നഷ്ടപ്പെട്ട 10 മാസം നീ വയറ്റി ചുമന്ന് നൊന്ത് പ്രസവിച്ച നിന്റെ മോനെ നിനക്ക് ഓർമ്മ വന്നൂല്ലേ? പറയ് വിജി, ഇപ്പൊ നീ മനസ്സിൽ ചിന്തിക്കുന്നത് അതല്ലേ? അതെ അമ്മ, അമ്മ പറഞ്ഞത് തന്നെ എന്റെ മനസ്സിലിപ്പോ. എങ്ങനെ ഞാൻ ആലോചിക്കാതിരിക്കുന്നത്? ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ എന്റെ മോനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന. അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അവനെ പോലെ തന്നെ ഉണ്ടായിരുന്നിരിക്കും. ഇവനെ പോലെ കുറുമ്പ് കാണിക്കുകയും ഇവനെ പോലെ ദേഷ്യപ്പെടുകയും ചെയ്തിരിക്കും. എന്റെ കൂടെ നിലമോളുടെ കൂടെയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പക്ഷെ ആ ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലല്ലോ. ഒരു കരുണയുമില്ലാതെ എന്തിനാ എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചത്? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മൊത്തപോലെ 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നിട്ട് അവരെ നല്ലോണം ജനിപ്പിച്ചിട്ട് അവസാനം ഒന്നിനെ മാത്രം എനിക്ക് തന്നിട്ട് മറ്റേത് ദൈവം തന്നെ എടുത്തോണ്ട് പോയല്ലോ അമ്മ. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടോ? ഇല്ല, ഒരിക്കലും അവൻ എനിക്ക് കിട്ടില്ല. ഇതുപോലെ മറ്റുള്ളവരുടെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിനെ പോലെ കരുതി ഞാൻ ഫീൽ ചെയ്ത് കരഞ്ഞോട്ടേ ഇരിക്കാം. അതാ എന്റെ വിധി. വിജി, ഒരുപാട് സങ്കടാവുന്നമ്മ. അമ്മയില്ലാത്ത കുഞ്ഞു, ചെറിയ കുട്ടി, അതിനെ ഈശ്വരൻ എന്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചു. അതാലോചിക്കുന്നവരും എനിക്ക് ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പകല് മുഴുവൻ നിലമോളെ കണ്ടിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന പോലെയാ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ രാത്രി എന്റെ നെഞ്ചിൽ എന്തോ ഒരു വലിയ ഭാരവും അമ്മ. എല്ലാം കഴിഞ്ഞ കഥയാ. ഇനി സംസാരിച്ചിട്ട് എന്താ അമ്മ കാര്യം? അവനെ കാണുമ്പോഴൊക്കെ സത്യത്തില് എനിക്കെന്റെ മരിച്ചുപോയ മോനെ ഓർമ്മ വരുന്നത്. അത് കാരണമാണോന്നറിയില്ല, അവനോട് ഞാൻ വല്ലാതെ അറ്റാച്ച് ആവുന്ന പോലൊരു ഫീൽ എനിക്ക് വരുമോ? എന്തൊക്കെ പറഞ്ഞാലും അവൻ വേറെ വീട്ടിലെ കുഞ്ഞല്ലേ. ഉള്ള സ്നേഹം മുഴുവൻ അവനോട് കാണിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും അതെന്റെ മോഹം തന്നെയാ. വിജി, ഞാൻ നിന്നോടൊന്ന് ചോദിക്കും, അതിന് നീ മറുപടി പറയണം. ഒരു പക്ഷേ ദൈവം എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിച്ച് നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആൺകുട്ടിയെ തിരിച്ച് നിന്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ച നീ എന്ത് ചെയ്യുമെന്ന് പറ. ചുമ്മാ ഭ്രാന്ത് പറയല്ലേ അമ്മ. നടക്കുന്ന കാര്യം പറ. നടക്കാത്ത കാര്യം പറഞ്ഞെന്നെ വെറുപ്പിക്കല്ലേ. അല്ല വിജി, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചതാ. വീണ്ടും ആ കുഞ്ഞ് നിന്നെ തേടി നിന്റെ അടുത്തേക്ക് വന്ന നീ എന്ത് ചെയ്യും? ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെങ്കിലും അതിനെനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ. എന്റെ മോൻ എന്നെ തേടി വന്ന ഞാൻ അവനെ മുറുക്ക കെട്ടിപ്പിടിക്കും. അതിനുശേഷം അവൻ എന്റെ കയ്യിൽ നിന്ന് ഞാൻ വിടുകയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഈ ലോകത്തില് ഏറ്റവും സന്തോഷമുള്ള സ്ത്രീയായിട്ട് ഈ വിജി ഉണ്ടായിരിക്കും. വിജി, അതിനുശേഷം ഞാൻ എന്റെ മോനെ നോക്കി നോക്കി സൂക്ഷിച്ച് വളർത്തും. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കും. നിലമോൾ ഒരു കണ്ണാണെങ്കിൽ അവൻ മറ്റൊരു കണ്ണാണെന്ന് ഞാൻ പറയും. ഞാൻ ഒരുപാട് ഞാൻ സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തെത്തും അമ്മേ. പക്ഷെ എന്താ, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ, സംഭവിക്കുന്നതൊന്നും അല്ലല്ലോ. ഇതാ മോളെ ഞാനും പ്രതീക്ഷിച്ചത്. കവിൻ നീ അവന്റെ അമ്മയെന്നറിയുമ്പോ അവൻ നിന്നോട് അവന്റെ അച്ഛനും നീയും ഒന്നു ചേരണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെ ചോദിക്കുമ്പോ നിനക്കത് തള്ളിക്കളയാൻ പറ്റില്ല. എത്രയും വേഗം ഞാൻ വിചാരിച്ചതൊക്കെ നടക്കും മോളെ.